കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഓഡിയോ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നുള്ളതാണ് വലിയൊരു ലക്ഷ്യമാണ്. ഒരു ചെറിയ സുവിശേഷകയായും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസിയായും മാറുക എന്ന ലക്ഷ്യത്തോടെയും മറ്റുള്ളവരെ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുക എന്ന വലിയൊരു ആഗ്രഹവും കൂടിയാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ആത്മീയ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും നമുക്കതൊരു കൂട്ടായ്മ പോലെ, അതോടൊപ്പം തന്നെ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം മനുഷ്യരായിട്ട് മാറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിത രീതിയും കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നത്തെ വിഷയമെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ നമുക്കെങ്ങനെ തിരിച്ചറിയാം, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അടയാളങ്ങൾ. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ പലപ്പോഴുമായിട്ടും പറഞ്ഞൊരു കാര്യമാണ്, അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മൾ കാണാൻ നിൽക്കരുത്. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു അടയാളം നമ്മൾ കണ്ടു എന്ന് കരുതി അതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് തന്നെ അത് ഒരടയാളമായതുകൊണ്ടും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ, ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്കത് വലിയ കാര്യം തന്നെയായിരിക്കും. പക്ഷേ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും പിശാചും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഒരിക്കലും അടയാളങ്ങളും അത്ഭുതങ്ങളും വിശ്വസിക്കരുതെന്ന് പറയുന്നത്. അതിൻ്റെ പുറകെ പോവാൻ നിൽക്കരുത്. കാരണം ഇതൊക്കെ നമ്മുടെ ഒരു പരീക്ഷണ കാലഘട്ടമാണ്, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വലിയ പരീക്ഷണ കാലഘട്ടം. ഇനി വരുന്ന കാലം നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കുക. ഇനിയും നിങ്ങൾ യേശുവിലേക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ റിക്വസ്റ്റാണ്, അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് വീണ്ടും നിങ്ങൾ യേശുവിലേക്ക് വരണം. തെറ്റുകൾ സംഭവിക്കാം, സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നിരാശയും ദുഃഖവും അതുപോലെ ഇതൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോഴും നമ്മൾ ഈ കർത്താവായ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ശക്തിപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു കുഞ്ഞനുഭവത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുന്നതിന് മുന്നേ ഞാൻ എന്ന വ്യക്തി എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള സൃഷ്ടി സ്വാഭാവികമായിട്ടും ദൈവം തിരഞ്ഞെടുത്ത ഒരു മകളെന്ന നിലയിൽ എന്നിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ചെറുപ്പം മുതലേ, ഞാൻ വളരുന്ന കാലഘട്ടം മുതൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹമായിരുന്നു. എല്ലാവരോടും സ്നേഹവും എളിമയും, എന്തുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതും, ചെറുപ്പത്തെ തൊട്ടുള്ള ആഗ്രഹമാണ് എല്ലാവരും സഹായിക്കണം എന്നൊക്കെയുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മുടെ വളർച്ചയുടെ കാലഘട്ടം മുന്നോട്ട് പോകും തോറും നമുക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവുകളോ കഥകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ, യേശു എന്താണെന്ന് അറിയത്തില്ല. പൊതുവെ ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന രീതിയിൽ അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു മേഖല അങ്ങനെ മാത്രം ചിന്തിച്ചു പോയി. പക്ഷേ ഒരുപാട് അബദ്ധങ്ങളിലും തെറ്റുകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം തന്നിരിക്കുന്ന കൃപ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടവന്നു. പിന്നീടാണ് ലൈഫിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. 7-8 വർഷക്കാലത്തോളം ഒരു ഭ്രാന്തിയെ പോലെ ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിന് ഒരു ഉദാഹരണം എന്ന രീതിയിൽ ഞാൻ ജീവിതം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡൻ്റാണ് എന്നെ ഒരു സ്ഥലത്ത് ഒതുക്കിക്കൂടാനായിട്ട് ഇടവരുത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിച്ചു പോയി. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ ഭയമുള്ളവരാണ് അല്ലേ? പേടി. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കൂട്ടത്തിൽ പേടിയുള്ള ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭയം നിങ്ങളെ വേട്ടയാടുന്നുണ്ട്, നിങ്ങൾ പേടിച്ച് പിന്മാറുന്നു, ചില കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നില്ലാത്ത ദൈവമക്കളുണ്ട്, അവരോട് എനിക്കിപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ പറയാനുള്ളത്, പേടിച്ച് പിന്മാറരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ മുന്നോട്ട് വരിക. കാരണം ഭയം നമ്മളെ ഒതുക്കി കൂട്ടത്തേ ഉള്ളൂ. ഒരു മൂലയ്ക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഒതുക്കി
കൂട്ടുക, മറ്റുള്ളവരിൽ നിന്ന് അകറ്റി മാറ്റുക, പിന്നീട് അത് ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്ന് തള്ളുക, അവസാനം മരണത്തിലേക്കോ നമ്മൾ ഏതെങ്കിലും ഒരു കുഴിയിലേക്ക് മണ്ണിലേക്ക് പോവുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ തോൽവിയാണ് പ്രിയപ്പെട്ടവരെ ഭയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ദൈവമക്കളുണ്ട്, അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ നിമിഷം പരിശുദ്ധാത്മാവ് അത് പറഞ്ഞു തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടി, ഈ ഭയം എന്ന് പറയുന്ന എൻ്റെ ഒരു കൂടപ്പിറപ്പായിരുന്നു. മനുഷ്യരെ പേടിയായിരുന്നു എനിക്ക്. മനുഷ്യരെ കാണുമ്പോൾ ഞാൻ ഓടി ഒളിക്കും. അപ്പോൾ എനിക്ക് വീട് വിട്ടു പോകുന്ന ഇഷ്ടമല്ല. അതുപോലെ തന്നെ ആ സമയത്ത് ഒരാളെന്നെ മുതലെടുത്തു. അതാണ് നമ്മുടെ സാത്താൻ, ഒറിജിനൽ സാത്താൻ, പൈശാചികമായിട്ടുള്ള അരൂപി എന്നെ മുതലെടുത്തു. അപ്പം ഞാൻ താമസിക്കുന്ന ഒരു ഭവനം എന്ന് പറയുന്നത് തന്നെ ഒരുമാതിരി നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു ഭവനമായിരുന്നു. വൈകിട്ട് സന്ധ്യയായി കഴിയുമ്പോഴേക്കും പൈശാചികമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറെ ബാധിച്ചിരുന്നത് എന്നെയായിരുന്നു. അപ്പം നമുക്കതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പല ഈ പറയുന്നത് പോലെ ആത്മീയമായിട്ടുള്ള മനുഷ്യർ അവർ വരുമ്പോഴൊക്കെ വന്ന സമയങ്ങളിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഭവനം പിശാചിൻ്റെ ഭവനമാണെന്ന്. കാരണം അവൻ അധികാരം സ്ഥാപിച്ചിരിക്കാൻ നമ്മളൊരു സ്ഥാനം അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാത്താൻ അവിടെ ഒരു വ്യക്തിയുടെ മേൽ അവൻ വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ അവന് സ്വാധീനം അവൻ ചെലുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയെ കിട്ടുന്നോടം വരെ അവൻ എന്ത് ചെയ്യുന്നു, ആ ഒരു പോരാട്ടം തന്നെ നടത്തും. കാരണം അവനറിയാം ദൈവം ഇവളെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഇവനെ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നുണ്ടെന്നും ഇവളിലൂടെ അല്ലെങ്കിൽ ഇവനിലൂടെ ഇനിയുള്ള തലമുറ രക്ഷ പ്രാപിക്കുക, അല്ലെങ്കിൽ ആളുകൾ ദൈവജനം രക്ഷ പ്രാപിക്കും എന്നുള്ള ഒരു ബോധ്യം അവന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവനത് അറിയാതിരിക്കാൻ, ദൈവത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ആത്മാവിനെ നശിപ്പിക്കാൻ ആദ്യം ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിരാശയും ദുഃഖവും ഇതെല്ലാം ഉണ്ടായിരുന്നു, ഒരുപോലെ ഉണ്ടായിരുന്നു. ആത്മഹത്യ പ്രവണതയുണ്ടായിരുന്നു, ഭയങ്കര ദേഷ്യമായിരുന്നു. അച്ഛനോട് സ്നേഹവുമില്ല, അമ്മയോട് സ്നേഹവുമില്ല, സഹോദരങ്ങളോട് സ്നേഹവുമില്ല, ചുറ്റുമുള്ളവരോട് സ്നേഹവുമില്ല. പേടിയായിരുന്നു, ഭയം. എന്തിനും ഏതിനും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വന്ന് അപ്പോൾ ഓടിമറിയും. ഒരു എന്താ പറയുക, ഒറ്റപ്പെട്ട് ജീവിക്കുക, ഒറ്റയ്ക്കിരിക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. അതുപോലെ തന്നെ ഈ ശരീരമാകെ കീറി മുറിക്കുന്ന ഒരു മാനസാവസ്ഥയിലേക്ക് ഞാൻ പോയി. എൻ്റെ കൈയോ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ കൈകളിലൊക്കെ ഒരുപാട് മുറിവുകളുണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ഞാനത് ബ്ലേഡ് വെച്ചിട്ട് എൻ്റെ കൈ മുറിക്കുമായിരുന്നു. കൈ ഇങ്ങനെ മുറിച്ച് കീറും. അതുപോലെ തന്നെ തല കൊണ്ട് ഭിത്തിക്കിട്ടിരിക്കും. ഒരു മാനസിക വിഭ്രാന്തി എന്നതിനേക്കാൾ ഉപരി ഒരു പൈശാചിക പീഡയായിരുന്നു അത്. അപ്പോൾ ഇത് ഒരുപാട് തവണ ആശുപത്രിയിൽ കൂടെ പോയി കൗൺസിലിംഗ് ചെയ്തു. പക്ഷേ അതിലൊന്നും തന്നെ രക്ഷപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഹല്ലേലൂയ. 7-8 വർഷക്കാലത്തോളം ഒരു കൗൺസിലിങ്ങിന് ഒരു സാറ് വന്നു, കൗൺസിലിംഗ് ചെയ്യാനായിട്ട് വന്നു. പക്ഷേ അവിടെയും എനിക്ക് പരാജയമായിരുന്നു. സൈക്കോളജി, നമുക്കറിയാം സൈക്കോളജി എന്നും അതിനെയൊക്കെ നമുക്ക് എന്താ പറയുക, തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല അല്ലേ. അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ സൈക്കോളജി പോലും ഇവിടെ തോറ്റുപോയി എന്നുള്ളത് വേണം പറയാനായിട്ട്. പിന്നീട് യേശു എന്ന ആ ഒരു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രക്ഷകൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവെന്ന അനുഭവം ലൈഫിലുണ്ടാവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവെന്ന അനുഭവം ഈ ഒരു കാറ്റടിക്കുന്ന അല്ലെങ്കിൽ ഒരു ചൂടത്ത്, നമ്മൾ പറയില്ല, നമ്മൾ ചൂടായി നിൽക്കുന്ന സമയത്ത്, നല്ല പൊരിഞ്ഞ വെയിലത്ത് നിൽക്കുക. ഈ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു മഴ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, നല്ല തണുത്ത വെള്ളം നമ്മുടെ മേത്ത് വീണാൽ എങ്ങനെ ഇരിക്കും, ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറുകയാണ്. അതുപോലൊരു അനുഭവം എനിക്കുണ്ടായപ്പോൾ തൊട്ട് ഞാൻ അനുദപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതാണ് എന്നിൽ വന്ന ചേഞ്ച്. കാരണം എൻ്റെ ജീവിതത്തിൽ ആരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാനായിട്ട്, ഫോഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സാത്താൻ നമുക്കിടയിലൊരു പണി മുടക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ അറിയുന്നതിന് മുന്നേ തന്നെ അവൻ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനറിയാം, സാത്താൻ അറിയാം, ഞാൻ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ പ്രവർത്തികളിൽ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ കുടുംബം രക്ഷപ്പെടും, യേശുവിൽ രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട് തലമുറ തന്നെ രക്ഷപ്പെടും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ അവൻ ദൈവം പ്രവർത്തിക്കുന്ന മുന്നേ തന്നെ അവൻ ഇടപെട്ടു. പക്ഷേ അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ദൈവം ഒരാത്മാവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുന്നേ തന്നെ
ആ ഒരു കുഞ്ഞിനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാത്താൻ എത്രമാത്രം അവനെ പാപത്തിലേക്ക് കൊണ്ടുപോയാലും പൈശാചികമായിട്ടുള്ള പീഡകളിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്താലും ആ ആത്മാവിനൊരു പോറൽ പോലും ഏൽക്കാതെ കർത്താവ് തിരിച്ചു കൊണ്ടുവരും. അത് ഇരട്ടി അഭിഷേകത്തോടെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തിന് സാധിക്കും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 7-8 വർഷക്കാലത്തെ എൻ്റെ ഒരു വലിയൊരു മാനസികമായ സമ്മർദ്ദം എനിക്ക് ഒരു നിമിഷം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് അതിൽ നിന്നും മോചനം കിട്ടിയത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൂടെ എപ്പോഴും കൂട്ടായി നിൽക്കുന്ന ഒരാൾ പരിശുദ്ധ അമ്മ. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞ് പരിശുദ്ധ അമ്മയുടെ രൂപം ഉണ്ടായിരുന്നു. വലിയ വിശ്വാസമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്കിഷ്ടമാണ്, മാതാവിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞു രൂപം ഉണ്ടായിരുന്നു. ഈ കുഞ്ഞു രൂപത്തിന് ഇത്രയേറെ ശക്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിനുള്ളിൽ ആ പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രയേറെ ഒരു ശക്തി ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിങ്ങനെ കയ്യിൽ ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു. എവിടെ പോയാലും എൻ്റെ ബാഗിൽ ഇതുണ്ടാവുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു തിന്മയിൽ നിന്നും ഇതെന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു അനുഭവമാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സുവിശേഷക എന്ന നിലയിൽ എത്തിച്ചിരിക്കുന്നത്. അന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായ സമയത്ത് തൊട്ട് ഭയങ്കര അനുതാപത്തിലേക്ക് ഞാൻ വരികയും പല പരീക്ഷണങ്ങൾ അതിനു മുന്നിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ എളിമ എന്ന പുണ്യം ദൈവം എനിക്ക് കനിഞ്ഞു തന്നു, ക്ഷമിക്കാനുള്ള കഴിവ് തന്നു. നിരാശയിൽ നിന്നും ദുഃഖവും ഒക്കെ മാറി ഞാൻ വളരെ സ്നേഹത്തോടെ ഇടപഴകാൻ തുടങ്ങി. എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ തലകുനച്ച് നിന്ന ഞാൻ തല പൊക്കി നിൽക്കാൻ തുടങ്ങി. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. ക്ഷമിക്കേണ്ടവരോടൊക്കെ ക്ഷമിച്ചു, മാപ്പ് പറയേണ്ടവരോടൊക്കെ മാപ്പ് പറഞ്ഞു. ഓരോ സിറ്റുവേഷനും അനുസരിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നതോറും എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മഹത്യ എന്ന് പറയുന്ന ചിന്ത മാറി ജീവിക്കണമെന്ന ചിന്തയിലേക്ക്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന ചിന്തയിലേക്ക് കർത്താവിനെ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത് കേൾക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ജീവിതം അവസാനിപ്പിക്കണം, എനിക്ക് ജീവിക്കണ്ട, എൻ്റെ ജീവിതം തീർന്നു, ഞാൻ പാപിയാണ് എന്ന് ചിന്തിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് കർത്താവ് പറയുകയാണ്, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നിങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വഴിയും സത്യവും ജീവനുമായ യേശുവിലേക്ക് നിങ്ങൾ വരിക. കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വഴിയും സത്യവും ജീവനുമായവനിലേക്ക് വരിക. ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഭയമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ അവരോടും കൂടിയിട്ടാണ് പറയുന്നത്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, അവനിലൂടെ അല്ലാതെ ആർക്കും എവിടെ എത്താൻ പറ്റത്തില്ല, മുകളിലേക്ക് എത്താൻ, സ്വർഗത്തിലേക്ക് എത്താൻ, നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ ദൈവത്തെ നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ കാണണം, നിങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ നിരാശയെ, ദുഃഖത്തെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്നു, വെളിച്ചത്തിലൂടെ കടന്നു പോകുന്നു, പ്രകാശത്തിലൂടെ കടന്നു പോകുന്നു. ഇരുട്ട് എന്നിൽ നിന്ന് അകന്നുപോയി, സാത്താൻ എന്നിൽ നിന്നും ദൂരേക്ക് മാറിപ്പോയി. പിന്നീട് എൻ്റെ മേലെ സ്വാധീനം ചെലുത്താനായിട്ട് സാത്താൻ അധികാരം കൊടുത്തിട്ടില്ല. കാരണം ദൈവം കൊടുക്കില്ല. നമ്മളെ ദൈവം അവൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണെങ്കിൽ അവൻ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് വിശുദ്ധീകരിക്കും. അതിനുശേഷം അവൻ നമ്മുടെ ഒരു ദൗത്യം കൂടി ഏൽപ്പിക്കും. ആ ദൗത്യം നമ്മൾ പൂർത്തീകരിക്കുന്നത് വരെ അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ ആത്മാവ് കൈപിടിച്ചുയർത്തുന്നൊരനുഭവമാണ്, രക്ഷിക്കുന്നൊരനുഭവമാണ്. ഒരിക്കലും അവൻ നമുക്കറിയാം സാത്താൻ എന്ന് പറയുന്നൊരു ചെന്നായ നമുക്കറിയാം നമ്മളെ വഴിതെറ്റി നമ്മൾ പോകുമ്പോൾ നമ്മളെ ഒരുപാട് ചെന്നായ്ക്കൂട്ടത്തിനിടയിലേക്ക് തള്ളിയിടുന്ന ഒരു അവസ്ഥയാണ് സാത്താൻ്റേത്. പക്ഷേ യേശു കർത്താവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കുഴിയിൽ നിന്നും രക്ഷിക്കുന്ന ആളാണ്
നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക, ദൈവസ്നേഹത്തിൽ നിറയുക. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വലിയ അനുഭവം ഇതാണ്. ഭയത്തിൽ നിന്നും വിടുതൽ നൽകുന്ന, നമ്മുടെ വീഴ്ചയിൽ നിന്ന് നമുക്ക് കൈപിടിച്ച് നൽകുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നിങ്ങളുടെ ലൈഫിലുണ്ട്. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെ ദുഃഖങ്ങളെ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെ വേദനകളെ ആരും മനസ്സിലാക്കാതെ ഒറ്റയ്ക്ക് നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. മുകളിലിരിക്കുന്ന ഒരു ദൈവം നമ്മളെ കാണുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക.